മകരവിളക്ക് പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളുമായി മുംബൈയിലെ മലയാളി ക്ഷേത്രങ്ങളും സജീവമാണ്. മുംബൈയിലാണ് കേരളത്തിന് പുറത്തെ ഏറ്റവും വലിയ അയ്യപ്പ ക്ഷേത്രവും. വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചാണ് മുംബൈയിലെ ഈ അയ്യപ്പ ക്ഷേത്രം മാതൃകയാകുന്നത്. മുംബൈയിലെ ഏറ്റവും പ്രസിദ്ധമായ മലയാളി ക്ഷേത്രമാണ് ഗോരഖാവ് ആസ്ഥാനമായ ഈ അയ്യപ്പ ക്ഷേത്രം. മഹാരാഷ്ട്രയിൽ നിന്നല്ല കേരളം വിട്ട് കഴിഞ്ഞാൽ ഒരുവിധം നോക്കുമ്പോൾ ഏറ്റവും വലിയ ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് നമ്മളെ ക്ഷേത്രം. മണ്ഡല മകരവിളക്ക് കാലത്ത് പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളുമായി സജീവമായിരുന്നു ക്ഷേത്രാങ്കണം. കഴിഞ്ഞ ദിവസം അരങ്ങേറിയ രാമഗാഥ നൃത്താവിഷ്കാരം ശ്രദ്ധേയമായിരുന്നു. ദീപസന്തോഷം ശിഷ്യരും ചേർന്ന് അവതരിപ്പിച്ച 2 മണിക്കൂർ നീണ്ട നൃത്തപരിപാടികൾ സംബന്ധിച്ചത് രാമായണ കഥയിലൂടെയുള്ള യാത്രയായിരുന്നു. നൃത്താധ്യാപിക ദീപയാണ് ചുവടുകൾ ചിട്ടപ്പെടുത്തിയത്. വളരെ ത്രില്ലിലാണ് എല്ലാവരും. പുതിയ കൊറിയോഗ്രാഫികളിലൂടെ നേടിയ പരിചയ സമ്പത്തോടുകൂടിയും ഞങ്ങൾ വിജയകരമായി മുന്നേറുന്നു. വിവിധ പ്രായത്തിലുള്ള 60ഓളം കലാകാരികളാണ് അരങ്ങിലെത്തിയത്. പാരൻസും ഉണ്ട്, കുട്ടികളും ഉണ്ട്. 6 വയസ്സായ മുതൽ ഞങ്ങൾ 40-45 വയസ്സായവർ വരെയും ഉണ്ട് ഇതില്. മലയാളി പ്രതിഭകൾക്ക് വേദിയൊരുക്കിയാണ് ക്ഷേത്രം ആഘോഷ നാളുകളെ സമ്പന്നമാക്കുന്നത്. എല്ലാവിധ അമ്പല കലകളാണ് ഇവിടെ നടക്കുന്നത്. കഥകളി, ഓട്ടംതുള്ളൽ, ഇപ്പൊ പ്രസന്റ് ചാക്യാർകൂത്ത്. ജാതിമത ഭേദമില്ലാതെ ഇതര ഭാഷക്കാരടങ്ങുന്നവരാണ് ദർശനത്തിനായി എത്തുന്നത്. എല്ലാം കോസ്മോപോളിറ്റൻസ് ഈ ക്ഷേത്രത്തിൽ തൊഴിലാൻ വരും. ഈ ക്ഷേത്രത്തിലെ ഇപ്പൊ വാങ്ങിയ സ്ഥലം, ഭൂമി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസും കൾച്ചറൽ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാനാണ്. മുംബൈയിലെ ഏറ്റവും സമ്പന്നമായ അയ്യപ്പ ക്ഷേത്രം വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നു. കൂടുതൽ ചാരിറ്റി വർക്കിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഒരു വർഷം 12 ലക്ഷം രൂപ ചാരിറ്റി പർപ്പസിന് കൊടുക്കുന്നു. ചാരിറ്റി മീൻസ് അത് ക്യാൻസർ പേഷ്യൻ്റ് ആയിക്കോട്ടെ, ഡയാലിസിസ് പേഷ്യൻ്റ് ആയിക്കോട്ടെ, എനി അതർ ഡിസീസ്. പ്ലസ് നമ്മൾ കുട്ടികൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ വകയായിട്ട് നമ്മൾ 4 ലക്ഷം രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 38 ലക്ഷം രൂപ നമ്മൾ അന്നദാനത്തിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. മണ്ഡലകാലത്ത് ആരംഭിച്ച പ്രത്യേക ആഘോഷ പരിപാടികൾ ഇന്ന് മകരവിളക്ക് ദിനത്തോടെ പരിസമാപ്തിയാകും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.